ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് ബ്ലാക്കിലെ 3 പീസ് സെറ്റ് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ബ്ലാക്ക് വിത്ത് ഒരു മെറൂൺ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബ്ലാക്കും മെറൂണും എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ സിമ്പിൾ ആയിട്ട് അങ്ങനെ എപ്പോഴും യോക്കും കാര്യങ്ങളൊക്കെ അല്ലേ വെക്കുന്നത്, വലിയൊരു യോക്കും ഹാൻഡ് വർക്കും. ഇത് നമ്മൾ വി നെക്കിലോട്ട് ഇതേപോലെ മിഡിൽ പീസ് ഒക്കെ വെച്ചിട്ട് ചെറിയ സിമ്പിൾ ആയിട്ട് എന്നാൽ ആ നെക്കിൽ കൊടുത്തേക്കുന്ന വർക്ക് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് നല്ല ഭംഗിയാണ്. വേറെ എല്ലാവർക്കും നല്ല സ്യൂട്ട് ആവുന്നത്. ബ്ലാക്ക് എല്ലാവർക്കും മാച്ച് ആവുന്നതാണ്, എല്ലാവരുടെയും ഫേവറേറ്റും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലാക്കിലോട്ട് ഇങ്ങനെ ഒരു ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ സ്ലീവ് എപ്പോഴും നമ്മൾ ലേസ് ഒക്കെ വെക്കും, സ്ലീവ് എൻഡിലോട്ടാണ് വെക്കുന്നത്. അപ്പൊ ഇതിന്റെ മിഡിൽ വെക്കുമ്പോൾ ആ ലേസിന്റെ കൂടുതൽ ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ശരിക്കും ആ ലേസ് ഇങ്ങനെ ആ ഒരു ഫ്ലവർ ഡിസൈൻ ഒക്കെ കാണണമെങ്കിൽ അതിന്റെ മിഡിൽ വന്നാൽ അതിന്റെ ഭംഗിയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ നെക്ക് ഇതേപോലെ ഒരു വി നെക്ക് വെച്ചിട്ട് മിഡിലിൽ ബ്ലാക്കിന്റെ ഒരു പ്ലെയിൻ പീസ് വെച്ചിട്ടുണ്ട്. അതുപോലെ എപ്പോഴും നമ്മൾ എൻഡ് വന്നിട്ട് ഒരു ലോക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ല. അപ്പൊ ഒരു എന്താ പറയുക, ഈ ഒരു പാറ്റേണിലോട്ട് ചെയ്തപ്പോൾ നമുക്ക് അതൊരു ശരിക്കും നല്ല ഫ്ലെയർ ആയിട്ട് തോന്നി. കണ്ടോ, ശരിക്കും അത്യാവശ്യം ഇങ്ങനെ വരുമ്പം ആ ഒരു ഫ്ലെയർ ലുക്ക് നമുക്ക് വരും. ഇതുപോലെ കണ്ടോ, ഒരു അമ്പർലയൊക്കെ വെയർ ചെയ്യുന്നതാണ്. അമ്പർലയുടെ ആ അത്രയും വെരി ഹെവി അല്ല, ഒരു അമ്പർലയൊക്കെ വെയർ ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും എ ലൈൻസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലി അത് കാണിച്ചു തന്നെ കേട്ടോ. അപ്പം ഇത് ടോപ്പ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ, ടോപ്പ് ദുപ്പട്ട അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം മാത്രം വേണമെന്നുള്ളവർക്ക് ഈ ഒരു ലുക്ക് ആയിരിക്കും. നെക്ക് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ ബാക്ക് സൈഡ് കുറച്ച് കയറിയിട്ടാണ് നെക്ക് ചെയ്തേക്കുന്നത്. ഇതിന്റെ കണ്ടോ, ഇതുപോലെ എപ്പോഴും വരക്കുന്നതിനെക്കാട്ടിലും ഒരു ഹൈ നെക്ക് പോലെ കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പം ലെങ്ത് 49 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇതൊക്കെ ഇതിനകത്ത് ലേസ് വരുന്നൊരു ബോട്ടം ബ്ലാക്കിലോട്ട് എൻഡിലെ ലേസ് വരുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ ചെയ്തുതരാം, അല്ലാതെ നമ്മൾ നോർമൽ ബോട്ടം ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. ഞാൻ ഒന്നും കൂടെ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കാണിച്ചു തരാം. നല്ല രസമായിട്ട് ചെയ്തു വന്നപ്പം ഈ ഒരു ലുക്ക് ആയിരിക്കും. ടോപ്പ് ബോട്ടം ദുപ്പട്ട കണ്ടോ, 3 പീസ് സെറ്റ് ആയിട്ട് നല്ല രസമായിട്ട് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട്. ഇപ്പൊ കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണെന്ന് പറയുമ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള കളേഴ്സിലെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇവിടെയുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിന്റെ പിക്ക് ഇട്ടെന്നാൽ ഞാൻ ഇടുന്ന ഫോട്ടോയിൽ എന്തായാലും വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ കോമൺ ആയിട്ടുള്ള കളേഴ്സ് പറയാം. ഇപ്പൊ നമുക്ക് നല്ല ജെറ്റ് ബ്ലാക്കിലോട്ട് ചെയ്യാം, റെഡിഷ് മെറൂൺ ചെയ്യാം, മെറൂണ് ചെയ്യാം, അല്ലെങ്കിൽ റെഡ്. ഇപ്പൊ റെഡാണ് നമുക്ക് കോമൺ ആയിട്ട് കൂടുതലും മെറ്റീരിയൽ ഉള്ളത്. റെഡിലോട്ട് ചെയ്യാം, ബോട്ടിൽ ഗ്രീൻ ചെയ്യാം, പിന്നെന്താ യെല്ലോ, മസ്റ്റർഡ് യെല്ലോ. ഞാൻ അതിന്റെ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ യെല്ലോ നമുക്ക് നല്ല അടിപൊളിയായിരിക്കും. യെല്ലോയിൽ ചെയ്യാം. പിന്നെ നല്ല ഡാർക്ക് പേർപ്പിൾ കളർ നോക്കിയതാണ്ടോ, ഡാർക്ക് പേർപ്പിൾ കളറിലോട്ട് ചെയ്യാം. ആ കളേഴ്സ് ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഉള്ളതിന്റെ പിക്ക് ഇട്ടുതരാം. നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടേക്കണം, അതുകൊണ്ട് അതിന് വലിയ വേരിയേഷൻ കളറിന്റെ ഉണ്ടാവില്ല. പക്ഷെ അതിന് കൊടുത്തേക്കുന്ന നമ്മൾ യോക്ക് ഇപ്പം പേർപ്പിളിലാണെങ്കിൽ നമ്മൾ ഇതേപോലെ വേണമെങ്കിൽ ആ സെയിം റെഡ് ഈ യോക്ക് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് വെക്കുന്ന ലേസ് അതിന് സിമിലർ ആയിട്ട് വെക്കാം. പക്ഷെ യെല്ലോക്കൊക്കെ ആകുമ്പോൾ അതില് ഇപ്പം എന്താണോ യോക്ക് വെക്കുന്നത്, ഇതുപോലെ യോക്കിൽ ആ പീസ് വെക്കുന്നത് അതിന് സിമിലർ ആയിട്ടുള്ള ലേസ് പാറ്റേൺ ആയിരിക്കും ഭംഗി. അത് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നത്. അപ്പൊ എന്നോട് അതിന്റെ ഫോട്ടോ ചോദിച്ചാൽ നമ്മൾ റെഡിയാക്കാത്ത പീസ് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് കളർ ഇത്രയും കളേഴ്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മളെങ്ങാനും 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി